ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികുമാർ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2026 ജനുവരി 16 ചൊവ്വാഗ്രഹം മകരം രാശിയിലേക്ക്, അതായത് ചൊവ്വയുടെ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ചൊവ്വയുടെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം 4 കൂറുകാർക്ക് രുചക മഹായോഗാവസ്ഥ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചൊവ്വയുടെ മകരം രാശിയിലേക്ക് ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം ഏത് രീതിയിലായിരിക്കും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2026 ജനുവരി 16 ചൊവ്വ അതിൻ്റെ ഉച്ചരാശിയായ മകരം രാശിയിലേക്ക് രാശി മാറുന്നത്. ഫെബ്രുവരി 22 വരെ ആ ചൊവ്വ മകരം രാശിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് മകരം രാശി എന്ന് പറയുന്നത് കാലപുരുഷൻ്റെ കർമ്മസ്ഥാനമാണ്. അപ്പോൾ കർമ്മസ്ഥാനത്ത് ആ ചൊവ്വ വരുന്നു എന്ന് പറയുമ്പോൾ ദിഗ്ബലം ഉണ്ടാകുന്ന സമയമാണ്. കർമ്മമണ്ഡലം ശക്തമാകുന്ന സമയമായിരിക്കും എന്ന് തന്നെ പൊതുവേ പറയാം. പ്രത്യേകിച്ച് ഊർജ്ജസ്വലതയുടെയും പോരാട്ട വീര്യത്തിൻ്റെയും നമുക്ക് ഏതു മേഖലയിലും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെയും അതുപോലെ നമ്മുടെ പ്രതിരോധശേഷി, നമ്മുടെ കർമ്മശക്തി, വികാരാവേശം, പ്രകോപനം, ഇവയുടെയൊക്കെ ഒരു ഗ്രഹമായിട്ടാണ് നമ്മൾ ചൊവ്വയെ കാണുന്നത്. ഇപ്പം മകരം രാശിയിലേക്ക് വരുന്ന ചൊവ്വ ആ രാശിയുടെ 4, 7, 8 രാശികളിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു എന്നുള്ളതിനാൽ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ 4 രാശികളിൽ ഈ ചൊവ്വ സ്വാധീനിക്കപ്പെടുന്നു. അപ്പോൾ അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും സ്വാധീനിക്കും. അതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ചിങ്ങം, കന്നി, തുലാം, വൃശ്ചിക കൂറുകാർക്കും ലഗ്നക്കാർക്കും ചൊവ്വയുടെ മകരം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് ചിങ്ങക്കൂറുകാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും, അതായത് മഖം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽപ്പെടുന്നവർക്ക് ഈ ചൊവ്വയുടെ ഉച്ചരാശിയിലേക്കുള്ള രാശിമാറ്റം എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാക്കും നോക്കാം. ആദ്യം നമുക്ക് ഈ ചൊവ്വ എന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും അവരുടെ 4ഉം 9ഉം ഭാവാധിപനാണ്. അതായത് ആ ചൊവ്വ ജനുവരി 16 6ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 6ാം ഭാവം ചൊവ്വയുടെ ഉച്ചരാശിയായിട്ട് നമ്മൾ കാണുക. ഫെബ്രുവരി 22 വരെ ഈ ചൊവ്വ 6ാം ഭാവരാശിയിലായിരിക്കും. പ്രത്യേകിച്ച് ഈ ചൊവ്വ എന്ന് പറയുന്നത് ചിങ്ങക്കൂറുകാർക്കും ലഗ്നക്കാർക്കും യോഗം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ്. യോഗകാരകനായിട്ടുള്ള ഗ്രഹമാണ് അവരുടെ 6ലേക്ക് വരുന്നത്. ഇപ്പോൾ കുജൻ്റെ 6ലെ ഉച്ചസ്ഥിതി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് ഏത് മത്സരങ്ങളും അഭിമുഖീകരിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് നൽകും. മത്സരങ്ങളിൽ വിജയത്തിന് വഴിതെളിക്കും. അതുപോലെ ദൈനംദിന കർമ്മങ്ങളെല്ലാം സുഗമമാകും. ഡെയിലി വേജേണീസിന് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. തൊഴിലിലൊക്കെ ഹാർഡ് വർക്ക് നടത്തുന്ന സമയമായിരിക്കും. ആരോഗ്യ ക്ലേശങ്ങളിൽ നിന്ന് സമാശ്വാസം ഉണ്ടാകും. നിയമ തർക്കങ്ങളിൽ നമുക്ക് അനുകൂലമായിട്ടുള്ള നിയമ കേസിലൊക്കെ വിധി ഉണ്ടാകും. കടബാധ്യത കുറയ്ക്കുന്നതിനുള്ള നടപടികൾ ഈ സമയത്തുണ്ടാകും. ലോൺ അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അത് കിട്ടുന്നതിനുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. പൊതുവെ പ്രത്യേകിച്ച് ഈ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്ററിലൊക്കെ, സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റർ, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റർ, ലീഗൽ തലത്തിലുള്ള കാര്യങ്ങൾ, ഇവകളിലൊക്കെ തന്നെ വളരെ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമായിരിക്കും ചൊവ്വ 6ാം ഭാവരാശിയിൽ ഉച്ചസ്ഥിതനാകുക വഴി ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും സംഭവിക്കുന്നത്. ഇവിടെ 9ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 6ൽ വരിക എന്ന് പറഞ്ഞാൽ ആ 9ൻ്റെ, അതായത് 9ാം ഭാവത്തിൻ്റെ 10ാം രാശിയിലേക്കാണ് ആ ചൊവ്വ ഉച്ചസ്ഥിതിയിൽ വരുന്നത്. ആ ചൊവ്വ 9ൽ ദൃഷ്ടി ചെയ്യുന്ന സമയവും കൂടെയാണ്. അപ്പോൾ പൊതുവെ കർമ്മമേഖലയിൽ വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകും. മുതിർന്നവരുടെ, ഗുരുക്കന്മാരുടെയൊക്കെ ഉപദേശം ഈ കൂറുകാർക്ക് പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമുക്ക് വലിയ അവരുടെയൊക്കെ ഉപദേശമൊക്കെ നമുക്ക് തൊഴിലിടത്തൊക്കെ വലിയ ഗുണം ഉണ്ടാക്കും എന്ന് തന്നെ മനസ്സിലാക്കുക. പ്രാരാബ്ധ കർമ്മങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഇവരുടെ
ക്ലേശങ്ങൾ കുറയ്ക്കുന്നതിന് സഹായമാകും. ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് അവർക്ക് ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. 9ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ 9ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്നു. അപ്പം പ്രത്യേകിച്ച് ആ 9ാം ഭാവം ചൊവ്വയുടെ മൂലത്രികോണ രാശിയും കൂടിയാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസത്തിലൊക്കെ ഏർപ്പെടുന്നവർക്ക് വളരെ അനുകൂല സമയമായിരിക്കും. അവർക്ക് അവരുടെ പഠന മേഖലയിലൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും. ഗവേഷണം, ഉന്നത പഠനം ഇവയിലൊക്കെ ആഗ്രഹം ഉള്ളവർക്ക് അനുകൂല സമയമാണ്. അധ്യാപകരെയൊക്കെ കഴിവതും നമുക്ക് ഇംപ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു സമയമായിട്ട് നമുക്ക് മനസ്സിലാക്കുക. അതുപോലെ തന്നെ അവരുടെ ഹാർഡ് വർക്ക് കൂടുന്ന സമയമാണ്. അതിൻ്റെയൊക്കെ ഒരു നേട്ടം അവർക്കുണ്ടാകും. മതപരമായ കാര്യങ്ങളിലൊക്കെ, ആത്മീയ കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകുന്ന സമയമാണ്. ചാരിറ്റബിൾ പ്രവർത്തനത്തിലൊക്കെ ചിലപ്പോൾ ആകൃഷ്ടനാകും. ഉന്നത പഠനം, ചാരിറ്റബിൾ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ വിദേശ യാത്രകൾ ചിലപ്പോൾ അത് പ്ലാൻ ചെയ്യുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ്. ഇപ്പോൾ 4ാം ഭാവാധിപൻ 6ൽ വരികയാണ്. ചൊവ്വ 4ാം ഭാവാധിപനും കൂടെയാണ്, 6ലേക്കൊക്കെ വരികയാണ്. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ട്, അതിൻ്റെ ഒരു സുഖം നമുക്ക് ഈ സമയത്ത് ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഇപ്പോൾ വസ്തുക്കൾ വാങ്ങാനായാലും, ഭവനം, അതുപോലെ വീട് വയ്ക്കുന്നതിനോ വീട് പുതുക്കുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയായിട്ട് കാണുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നമുക്ക് റിക്കവറി ഉണ്ടാകും എന്നും കൂടെ മനസ്സിലാക്കുക. ചൊവ്വ 12ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 12ാം ഭാവം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ചൊവ്വയുടെ നീചരാശിയാണ്. അതേസമയം 12ാം ഭാവം കർക്കിടക രാശി, രാശ്യാധിപനായിട്ടുള്ള ചന്ദ്രൻ ചൊവ്വയുടെ ശത്രുഗ്രഹമല്ല. അപ്പോൾ കഴിവതും 12ലേക്കൊക്കെ ആ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ നമുക്ക് ചിലവ് കൂടുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അത് മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ മുൻപെടുത്ത വായ്പകൾ തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ വ്യവഹാരങ്ങൾ നടത്തുന്നതിന് വേണ്ടിയോ, അല്ലെങ്കിൽ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിനൊക്കെ വേണ്ടിയോ, മത്സരങ്ങൾ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയോ, മെഡിക്കൽ എക്സ്പെൻസ് തലത്തിലൊക്കെ, അല്ലെങ്കിൽ ദൂരയാത്രകൾ നടത്തുന്നതിനൊക്കെ വേണ്ടിയുള്ള ചിലവ് ചിലപ്പോൾ ഈ സമയത്ത് ഈ കൂറുകാർക്ക് ഉണ്ടായെന്ന് വരാം. ചൊവ്വ ജന്മരാശിയിലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് 6 നിൽക്കുന്ന ചൊവ്വ അതിൻ്റെ അഷ്ടമരാശിയിലായ ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജന്മരാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണ്. അത് അഗ്നിതത്വരാശിയാണ്. ദൃഷ്ടി ചെയ്യുന്ന ഗ്രഹവും അഗ്നി കാരകത്വമുള്ള ഗ്രഹമാണ്. അപ്പോൾ അത് എങ്കിലും ചൊവ്വയുടെ മിത്രരാശിയാണ് ഈ ചിങ്ങരാശി എന്നുള്ളത്. എങ്കിലും നമ്മൾ 2 ഗ്രഹങ്ങളും ഈ അഗ്നി തത്വമുള്ള ഗ്രഹങ്ങളായതുകൊണ്ട് സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം. അഗ്രസീവ് എനർജി ഉണ്ടാകാവുന്ന സമയമാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ ഇടപെട്ട് പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് കുടുംബത്തിൽ ടെൻഷൻ ഉണ്ടാക്കുമെന്നും കൂടെ മനസ്സിലാക്കുക. പൊതുവെ നമുക്ക് തൊഴിലിൽ ധൈര്യം, ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമാണ്. പ്രായോഗിക പരിജ്ഞാനം കൂടുന്ന സമയമാണ്. പരുക്കനായിട്ട് ബിഹേവ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. യാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പോവുക. ഇനി കന്നി കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഈ ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നത് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടോ എന്നൊക്കെ നോക്കാം. കന്നിക്കൂറുകാരെന്ന് പറയുമ്പോൾ ഉത്രം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, അത്തം, അതുപോലെ ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവരാണ്. കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും 3ഉം 8ഉം ഭാവാധിപനാണ് ചൊവ്വ. ആ ചൊവ്വ ജനുവരി 16 അവരുടെ 5ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 5ാം ഭാവം കുജൻ്റെ ഉച്ചരാശിയാണ്. ഫെബ്രുവരി 22 വരെ ചൊവ്വ ഉച്ചരാശിയിൽ 5ലുണ്ടാകും. അപ്പം ഈ 3ാം ഭാവാധിപൻ 5ൽ ഉച്ചസ്ഥനാകുക എന്ന് പറയുമ്പോൾ സഹോദരങ്ങളാൽ ഗുണാനുഭവം ഉണ്ടാകും. സെൽഫ് എംപ്ലോയ്മെൻറ്റ്, ഇപ്പോൾ സ്വന്തമായിട്ടൊക്കെ തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. ഇപ്പം മാർക്കറ്റിംഗ് തലത്തിൽ, കമ്മ്യൂണിക്കേഷൻ തലത്തിൽ, മീഡിയ തലങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ നേട്ടം ഉണ്ടാകുന്ന സമയമായിരിക്കും. സ്പോർട്സിൽ, സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ശക്തമാകുന്ന സമയമാണ്. ടീച്ചിങ് മേഖലയിലൊക്കെ ശോഭിക്കുന്ന സമയമാണ്. ഇപ്പോൾ കുജൻ 8ാം ഭാവാധിപനായിട്ട് 5 നിൽക്കുമ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. ചിലർക്ക് അവരുടെ ചെയ്തികൾ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ദോഷമൊക്കെ ഈ സമയത്തുണ്ടാകാം. ഇപ്പം ജാതകന് മാനസികമായിട്ട് ചില പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ചിലപ്പോൾ ഉണ്ടാക്കിയെന്നും കൂടെ വരാം. ഇപ്പോൾ
അതേസമയം ചിലർക്ക് ഈ 8-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 5-ലൊക്കെ വരുമ്പോൾ ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ചിലർക്ക് മുമ്പ് നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടുള്ളൊരു നേട്ടങ്ങൾ ഉണ്ടാകാം. ഗവേഷണം, അതുപോലെ ഇൻവെസ്റ്റിഗേഷൻ, ഇവയിൽ നിന്നൊക്കെ നമുക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് ഈ ടെക്നിക്കൽ തലത്തിൽ, എൻജിനീയറിംഗ് തലത്തിൽ ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ഈ ചൊവ്വയുടെ 5-ാം ഭാവരാശിയിലെ ഉച്ചസ്ഥിതി കൊണ്ട് കന്നിക്കൂറുകാർക്കും കന്നി ലഗ്നക്കാർക്കും ഉണ്ടാകുന്നത്. എങ്കിലും നമ്മൾ ഈ തൊഴിലിടത്ത് കഴിവതും ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാകാതിരിക്കാൻ, വാഗ്വാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. കുജൻ അഷ്ടമഭാവാധിപനായിട്ട് വരികയും ആ അഷ്ടമത്തിലേക്ക് കുജൻ്റെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ്. കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഇപ്പം മാരക രോഗങ്ങളുള്ളവരെ സംബന്ധിച്ചിടത്തോളം അല്പം ആശ്വാസമൊക്കെ ഉണ്ടാകും. ചിലർക്ക് ഈ ഇൻഹെറിറ്റൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ചില നേട്ടങ്ങൾ ഈ സമയത്ത് പ്രതീക്ഷിക്കാം. റിയൽ എസ്റ്റേറ്റ് വഴി ചില നേട്ടങ്ങളുണ്ടാകാം. റിസർച്ച് വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകാം. പ്രോപ്പർട്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ജീവിത പങ്കാളി വഴിയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് വഴിയോ ഒക്കെ സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അതുവഴി നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. അഷ്ടമഭാവം നഷ്ടസ്ഥാനമാണ് എന്നുള്ളത് കൊണ്ട് ധനം ഡീൽ ചെയ്യുന്നതിൽ ശ്രദ്ധിക്കണം. കടം കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. റിസ്കി ഇൻവെസ്റ്റ്മെൻറ്റ് കഴിവതും ഈ സമയത്ത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. കുജൻ 11-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 11-ാം ഭാവം ചൊവ്വയുടെ നീചരാശിയാണ്, എങ്കിലും ശത്രുരാശിയല്ല. അപ്പോൾ 11-ൽ ചൊവ്വ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. മറ്റു ഗ്രഹങ്ങളും 11-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സൂര്യൻ 11 ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുപോലെ ചൊവ്വയും ശുക്രനും ഒക്കെ തന്നെ ക്രമേണ ബുധനും ഒക്കെ 11-ലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വിവിധ സോഴ്സുകളിൽ നിന്നൊക്കെ ധനാഗമം ഉണ്ടാകും. തൊഴിൽ വഴിയും നമുക്ക് ധനനേട്ടം ഉണ്ടാകാം. അതുപോലെ നമുക്ക് ഈ ഇൻ്റലിജൻസ് തലത്തിലുള്ള നീക്കങ്ങൾ വഴി നമുക്ക് ധനനേട്ടം ഉണ്ടാകാം. സ്പെക്കുലേഷൻ വഴി ധനനേട്ടം ഉണ്ടാകാം. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ കൈവരിക്കുന്നതിനുള്ള ശ്രമമൊക്കെ ഈ സമയത്ത് സാധ്യമാകും എന്ന് തന്നെ പറയാം. നമ്മുടെ സൗഹൃദങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ ശക്തമാകുന്ന സമയമാണ്. അതേസമയം നമുക്ക് നമ്മുടെ സംസാരത്തിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. ആരോടും റിയാക്ട് ചെയ്യുമ്പോൾ വളരെ വിനയത്തോടു കൂടിയുള്ള ഒരു സമീപനം ഈ സമയത്ത് ആവശ്യമാണ്. ചൊവ്വ 12-ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 12-ാം ഭാവം ചൊവ്വയുടെ തന്നെ 12-ാം ഭാവാധിപനും സൂര്യനാണ്. സൂര്യനും ചൊവ്വയൊക്കെ തന്നെ അഗ്നിതത്വ ബന്ധമുള്ള ഗ്രഹമാണ്. അപ്പോൾ എങ്കിലും ഈ 12-ാം ഭാവത്തിലേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ ആ 12-ാം ഭാവം ചൊവ്വയുടെ ശത്രുരാശിയല്ല. ഇപ്പോൾ വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഉന്നത പഠനം നടത്തുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. ഗവേഷണം വിദേശത്ത് ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമാണ്. വിദേശ യാത്രകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട്. അതേസമയം പഠനവുമായി ബന്ധപ്പെട്ട പണച്ചെലവ് കൂടാനും സാധ്യതയുണ്ട്. പൊതുവെ 12-ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടി വരുമ്പോൾ ആ പണത്തിൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട ഒക്കെ ചിലവ് വരാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ പണം മുടക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെ ആത്മീയ കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ വേണ്ടി വരും. അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമുക്ക് ചിലപ്പോൾ പണച്ചെലവുണ്ടാകാം. പൊതുവെ നമുക്ക് സാമൂഹ്യ സേവനം, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇവയിലൊക്കെ ഏർപ്പെടാനൊക്കെ സാധ്യതയുണ്ട്. അതൊക്കെ ചിലപ്പോൾ ധനച്ചെലവുണ്ടാക്കുന്നതിന് സാധ്യത കാണിക്കുന്നുണ്ട്. ഇനി തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചസ്ഥിതനാകുന്നത് വഴി ഉള്ള എങ്ങനെയായിരിക്കും അത് സ്വാധീനിക്കുന്നു നോക്കാം. ഇപ്പം തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂറുകാരെന്ന് പറയുമ്പോൾ ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, ചോതി, അതുപോലെ വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ തുലാക്കൂറുകാർക്കും തുലാലഗ്നക്കാർക്കും 2ഉം 7ഉം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ജനുവരി 16-ന് അവരുടെ 4-ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 4-ാം ഭാവം ചൊവ്വയുടെ ഉച്ചരാശിയാണ്. ഫെബ്രുവരി 22 വരെ ആ ചൊവ്വ 4-ാം ഭാവരാശിയിൽ ഉണ്ടാകും എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് 4-ാം ഭാവരാശിയിൽ ചൊവ്വ ഉച്ചസ്ഥിതനാകുമ്പോൾ തുലാക്കൂറുകാർക്ക് ചൊവ്വ രുചക യോഗാവസ്ഥ എന്നൊരു അവസ്ഥ സൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ 2-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 4-ൽ ഉച്ചസ്ഥിതനാകണം. ധനഭാവാധിപൻ 4-ൽ ഉച്ചസ്ഥിതനാകുക എന്ന് പറയുമ്പോൾ ധനസ്ഥിതി ശക്തമാകുന്ന സമയമായിരിക്കും. സമ്പാദ്യമൊക്കെ വർദ്ധിക്കും എന്നുള്ളതിൽ സംശയമില്ല.
അതുപോലെ തന്നെ ആസ്തികളൊക്കെ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്ക് വലിയ നേട്ടം ഉണ്ടാകും. കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വലിയ ഗുണാനുഭവം ഉണ്ടാകും. വീട്, വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂല സമയമാണ്. വെഹിക്കിൾ ഡീലേഴ്സിന്, കർഷകർക്ക്, ഭൂ ഉടമകൾക്ക്, കമ്മീഷൻ ഏജൻറ്റുകൾക്ക് ഇവർക്കൊക്കെ തന്നെ വളരെ അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും ആ ചൊവ്വ 4 ഉച്ചസ്ഥിതിയിൽ വരിക വഴി ഉണ്ടാകുന്നത്. മാതൃബന്ധം വഴിയൊക്കെ നേട്ടങ്ങളുണ്ടാകും. ചിലർ സ്വന്തം സുഖത്തിനായിട്ട് പണം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. കുജൻ 7ാം ഭാവാധിപനായിട്ട് ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ, 4 ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ ബിസിനസ്സുകാർക്ക് അതിൽ പുരോഗതി ദൃശ്യമാകുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പ്രൊഫഷണൽ കൊളാബറേഷൻ തലത്തിലൊക്കെ തന്നെ വളരെ വലിയ നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് ആ ചൊവ്വയുടെ 4 ഉച്ചസ്ഥിതി കൊണ്ടുവരുന്നത്. 7ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 10 ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ അത് ജീവിത പങ്കാളിക്ക് തൊഴിലിലൊക്കെ ഉയർച്ചയ്ക്ക് സാധ്യതയുണ്ട്. അപ്പോൾ തൊഴിൽ അന്വേഷിക്കുന്ന ജീവിത പങ്കാളിയാണെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂല സമയമാണ്. ജീവിത പങ്കാളി വഴി ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. സുഖസൗകര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തും. അതിനൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചൊവ്വ 2ാം ഭാവാധിപനായിട്ട് 4 ഉച്ചസ്ഥിതിനായിട്ട് വരുമ്പോൾ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് ഒരു ഫാമിലി സപ്പോർട്ട്, കുടുംബത്തിൻ്റെയൊക്കെ പിന്തുണ കിട്ടുന്ന സമയമാണ്. കുടുംബത്തിൽ സമാധാനത്തിന് സ്വന്തം എഫർട്ട് ആവശ്യമാണെന്നുള്ള ഒരു തിരിച്ചറിവ് ഈ സമയത്ത് വേണം. കുടുംബസമാധാനം വേണമെങ്കിൽ നമ്മൾ തന്നെ ശ്രമിക്കണം എന്നും കൂടെ മനസ്സിലാക്കുക. ആർഗ്യുമെൻ്റ് ഫാമിലിയിൽ കഴിവതും ഉണ്ടാകാതെ നോക്കണം. അതേസമയം ചില ആളുകൾക്ക് പ്രത്യേകിച്ച് BP റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉള്ളവർ അവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ കൊടുത്ത് പോകേണ്ടുന്ന സമയമാണ്. ഇനി ചൊവ്വ 7ാം ഭാവാധിപനായിട്ട് 7ലേക്ക് തന്നെ ദൃഷ്ടി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ 7ാം ഭാവം എന്ന് പറയുമ്പോൾ ചൊവ്വയുടെ മൂല ത്രികോണ രാശിയാണ്. ഇപ്പോൾ വിവാഹ ആലോചനകളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. ദാമ്പത്യ ബന്ധത്തിൽ നമ്മൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ചൊവ്വയുടെ 7ലെ ദൃഷ്ടി 7ാം ഭാവാധിപനാണെങ്കിലും അഗ്നി തത്വ ഗ്രഹമാണ് ആ ചൊവ്വ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ ഈ ചൊവ്വയും ശുക്രനും അതുപോലെ സൂര്യനും ശുക്രനുമായിട്ടുള്ള ബന്ധമൊക്കെ 4ലുള്ള സമയമാണ്. അപ്പോൾ 7ാം ഭാവം അഗ്നിതത്വ രാശി ആയതുകൊണ്ട് ജീവിത പങ്കാളിയോടൊക്കെ നമ്മൾ പ്രകോപനപരമായിട്ട് റിയാക്ട് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേസമയം പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നമുക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും. അതിനുള്ള ഒരു അനുകൂല സ്ഥിതിയാണ്. കുടുംബ ബിസിനസ്സുകാർക്കും സുഖാനുഭവം ഉണ്ടാകുന്ന സമയമാണ്. ദമ്പതിമാർക്ക് ചിലപ്പോൾ ദൂരയാത്രകൾക്കൊക്കെ സാധ്യതയുണ്ട്. ചിലപ്പോൾ ദൂരയാത്രകൾക്കും ഷോപ്പിങ്ങിനുമൊക്കെ സാധ്യത ഉള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. കുജൻ 10ാം ഭാവത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 10ാം ഭാവത്തിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ കുജൻ്റെ അത് നീചരാശിയാണ്. എങ്കിലും മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ ദൃഷ്ടി 10ൽ വരുന്നുണ്ട്. സൂര്യൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്, ശുക്രൻ്റെ ദൃഷ്ടി വരുന്നുണ്ട്, ബുധൻ്റെ ദൃഷ്ടിയൊക്കെ 10ൽ വരുന്നുണ്ട്. അപ്പോൾ പൊതുവെ തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം തന്നെയാണ്. തൊഴിലിൽ ഉയർച്ചയുണ്ടാകും, അംഗീകാരങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റു ഗ്രഹങ്ങളുടെയൊക്കെ യോഗം 10ലേക്കൊക്കെ ദൃഷ്ടി വരുന്നത് കൊണ്ട് നമുക്ക് തൊഴിൽപരമായിട്ട് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. തൊഴിലിടത്തൊക്കെ പ്രായോഗിക ബുദ്ധിയൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയവും കൂടിയാണെന്ന് മനസ്സിലാക്കുക. തൊഴിൽപരമായിട്ട് പൊതുവെ അനുകൂല സമയമാണ്. കുജൻ നേട്ടത്തിൻ്റെ 11ലും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. 11ാം ഭാവം കുജൻ്റെ മിത്രരാശി ആണ്. അപ്പോൾ ധനപരമായിട്ട് നമുക്ക് വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ബിസിനസ് വഴിയായാലും തൊഴിൽ വഴിയായാലും മറ്റ് എല്ലാ തലത്തിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ധനാഗമം കൂടും. ജീവിത പങ്കാളി വഴിയും ധനാഗമം പ്രതീക്ഷിക്കാം. ആഗ്രഹങ്ങൾ സാധിക്കുന്നതിനുള്ള ശ്രമം നമുക്ക് നമ്മുടെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ നമ്മൾ വച്ച് പുലർത്തി വരുന്നുണ്ടെങ്കിൽ ചില ആഗ്രഹങ്ങളെങ്കിലും നടപ്പിലാക്കാൻ ഈ സമയം നമുക്ക് വിനിയോഗിക്കാം. സാമൂഹ്യ ബന്ധങ്ങളും അതുപോലെ തന്നെ സൗഹൃദങ്ങളുമൊക്കെ നമുക്ക് മെച്ചപ്പെടുത്തുന്നതിനും അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി കാണുന്നുണ്ട്. ഇനി വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ഈ ചൊവ്വ മകരൻ രാശിയിൽ ഉച്ചസ്ഥിതനാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. വൃശ്ചികക്കൂറുകാരെന്ന് പറയുമ്പോൾ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാന പാദം, അനിഴം അതുപോലെ തൃക്കേട്ട നക്ഷത്രക്കാരാണ്. വൃശ്ചികക്കൂറുകാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കും ജന്മരാശ്യാധിപൻ എന്ന് പറയുന്നത് തന്നെ ചൊവ്വയാണ്. ചൊവ്വ 6ാം ഭാവാധിപനും കൂടിയാണ്. ജന്മരാശ്യാധിപനും 6ാം ഭാവാധിപനുമായിട്ടുള്ള ചൊവ്വ ജനുവരി 16 അവരുടെ 3ാം ഭാവരാശിയിലേക്ക് ഉച്ചരാശിയിലേക്കാണ് രാശി മാറുന്നത്. ചൊവ്വ 3ാം ഭാവരാശിയിൽ ഫെബ്രുവരി 22 വരെ
ആ ഉച്ചരാശിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് 3-ലൊക്കെ ചൊവ്വ ജന്മരാശിയാധിപൻ 3-ല് ഉച്ചസ്ഥിതിയിൽ വരിക എന്ന് പറയുമ്പോൾ ധൈര്യം, വീര്യം, പൊതുവെ ആത്മവിശ്വാസം എല്ലാ കാര്യത്തിലും ഉണ്ടാകുന്ന സമയമാണ്. ധൈര്യം, വീര്യമൊക്കെ കൂടുന്ന സമയമാണ്. വർക്കിലൊക്കെ ആക്റ്റീവ് ആകുന്ന സമയമാണ്. സ്വന്തം കഴിവുകൊണ്ട് നമ്മുടെ ഏത് പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് വർക്ക് ചെയ്യുന്നവർ, മീഡിയ പ്രവർത്തകർ, മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നവർ, അഡ്വർടൈസിങ് ഏജൻസി പ്രവർത്തിക്കുന്നവർ, പബ്ലിഷിംഗ് വർക്ക് ചെയ്യുന്നവർ, അവർക്കൊക്കെ തന്നെ ഈ 3-ലെ ചൊവ്വയുടെ ഉച്ചസ്ഥിതി എന്ന് പറയുന്നത് വളരെ ഗുണാനുഭവം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം. 6-ാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ 3-ൽ ഉച്ചസ്ഥിതിനാകുക എന്ന് പറയുമ്പോൾ അത് ഭാവത്തിൻ്റെ 10-ലാണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. ഭാവത്തിൻ്റെ 10-ൽ വരിക എന്ന് പറയുമ്പോൾ അത് സഹോദരങ്ങളുള്ള ബന്ധം കഴിവതും നമ്മൾ അവിടെ ഒന്ന് ശ്രദ്ധിക്കണം, ശത്രുതയിലോട്ട് പോകാതെ നോക്കണം. മാത്രമല്ല നമുക്ക് ഈ പുതിയ തൊഴിലവസരങ്ങൾ, ജോലി അന്വേഷിക്കുന്നവർക്ക് തൊഴിലവസരങ്ങൾ വന്നു ചേരും. അതുപോലെ തന്നെ ഈ സ്വയം തൊഴിൽ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. തൊഴിലിൽ ഉയരുന്നതിനുള്ള ഒരു ശ്രമം, അതിനുള്ള ഹാർഡ് വർക്ക്, അതിനൊക്കെ അനുകൂല സമയമാണ്. ഇപ്പോൾ പൊതുവേ നമുക്ക് സ്പോർട്സ് മേഖലയിൽ, അതുപോലെ ഗെയിം തലത്തിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ ഈ മാർഷ്യൽ ആർട്സിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക്, ഇപ്പോൾ ക്രിക്കറ്റ് അതുപോലെയുള്ള കളികളിലൊക്കെ പങ്കെടുക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പൊതുവേ നമുക്ക് ഈ കുജൻ 3-ാം ഭാവകാരകനും കൂടിയാണ് എന്നുള്ളത് കൊണ്ട് ആ ചൊവ്വ 3-ലൊക്കെ വരുമ്പോൾ നമുക്ക് ഈ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കെയർ വേണം. ചിലപ്പോൾ ബന്ധുക്കൾ സഹോദരങ്ങളുമായിട്ടൊക്കെ സ്നേഹമൊക്കെ നടിച്ച് ബന്ധുക്കൾ സഹോദരങ്ങളെ സ്വാധീനിച്ചൊക്കെ ചിലപ്പോൾ നമ്മളിൽ ഒരു ശത്രുതയൊക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഒരു സാധ്യതയുണ്ടെന്നും കൂടെ മനസ്സിലാക്കുക. ചിലർക്ക് സഹോദരങ്ങളുടെ ഈ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. അപ്പോൾ ഏത് വെല്ലുവിളികളെയും തന്ത്രപൂർവ്വം അതിജീവിക്കാൻ കഴിയുന്ന സമയമായിരിക്കും ഈ ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വ 3-ല് ഉച്ചസ്ഥിതനായിട്ട് വരുന്നത്. ഇനി ഈ ചൊവ്വ 6-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ 6-ാം ഭാവാധിപൻ 6-ലേക്ക് ദൃഷ്ടി ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ചൊവ്വയുടെ മൂലത്രികോണ രാശിയാണ്. 6-ൽ പൊതുവെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് നമുക്ക് ആ ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്ന് സഡൻ റിക്കവറി, ആശ്വാസമൊക്കെ ഉണ്ടാകും. പരീക്ഷകൾക്കൊക്കെ തയ്യാറാകുന്നവർക്ക് കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് കൂടുന്ന സമയമാണ്. ടെസ്റ്റിലും ഇൻ്റർവ്യൂകളിലൊക്കെ അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന സമയമാണ്. അതേസമയം ഏത് കാര്യത്തിലും നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ അത് പ്രകോപനപരമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. രാഷ്ട്രീയ പ്രവർത്തകർക്ക് പൊതുവേ അനുകൂല സമയമാണ്. അതേസമയം ബന്ധുക്കളിൽ നിന്നൊക്കെ സഹായം കുറയാൻ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. കുജൻ ഭാഗ്യസ്ഥാനത്തും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. പക്ഷേ നീചദൃഷ്ടിയാണ് ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയുടെ. ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് നീചദൃഷ്ടിയാണെങ്കിലും മറ്റു ഗ്രഹങ്ങൾ സൂര്യനും ശുക്രനും ബുധനും ഒക്കെ തന്നെ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി ചെയ്യുന്നുണ്ട്, വരുന്ന സമയമാണ്. അതുകൊണ്ട് നമുക്ക് ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകാം. അപ്പം അതിനാൽ നമുക്ക് ഈ സ്വന്തം ഈ ഭാഗ്യസ്ഥാനത്ത് ചൊവ്വയുടെ ദൃഷ്ടി നീചദൃഷ്ടി ആയതുകൊണ്ട് അത് നമുക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ സ്വന്തം അധ്വാനത്തിൻ്റെ ഫലം കൊണ്ടാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ അധ്വാനിക്കാതെയുള്ളൊരു ഭാഗ്യനേട്ടം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കേണ്ട. അപ്പം മേലുദ്യോഗസ്ഥരുമായിട്ടോ ഗുരുക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമൊക്കെ ഈ സമയത്തുണ്ടാകുന്നത് അത് വളരെ ഗുണം ചെയ്യും എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഉന്നത വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചിലപ്പോൾ ദൂരയാത്രകൾ ഉണ്ടാകാം. ചിലർക്ക് വിദേശ യാത്രകൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട്. ചാരിറ്റി പ്രവർത്തനങ്ങളിലൊക്കെ താല്പര്യം ഉണ്ടാകാം. ആത്മീയ കാര്യങ്ങൾക്കായിട്ട് ചിലപ്പോൾ ദൂരയാത്രകൾ ഈ സമയത്തുണ്ടാകാം. പിതാവുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കുജൻ 10-ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് കർമ്മസ്ഥാനത്ത്. അപ്പോൾ ഈ 10-ാം ഭാവരാശി എന്ന് പറയുന്നത് സൂര്യൻ്റെ രാശിയാണ്, മിത്രരാശിയാണ്. അപ്പോൾ 10-ലൊക്കെ ഇപ്പോൾ കേതു സ്ഥിതി ചെയ്യുന്നുണ്ട് എങ്കിലും തൊഴിലിൽ പൊതുവെ നമ്മൾ ആക്റ്റീവാകും. പ്രത്യേകിച്ച് പ്രാക്ടിക്കൽ നോളജൊക്കെ കൂടുന്ന സമയമാണ്. തൊഴിലിൽ ഉയർച്ചയ്ക്ക് അത് വഴിതെളിക്കും. അതുപോലെ തൊഴിലിടത്ത് പ്രശ്നങ്ങൾ രമ്യമായിട്ട് പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും. ചിലർക്ക് തൊഴിലിൽ ചിലപ്പോൾ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് തൊഴിൽ സാധ്യതയൊക്കെ ഉള്ള സമയമാണ് സൂര്യൻ ചൊവ്വയുടെ ആ 10-ലെ ദൃഷ്ടി കൊണ്ടുണ്ടാകുന്നത്.
അപ്പോൾ അതുകൊണ്ട് പൊതുവേ നമ്മൾ എങ്കിലും ചൊവ്വയുടെ ദൃഷ്ടിയാണ് അവിടെ വരുന്നത്. 10-ലൊക്കെ കേതുവൊക്കെ നിൽക്കുന്ന സമയമായതുകൊണ്ട് തൊഴിലിടത്ത് നമ്മൾ കമ്മ്യൂണിക്കേഷനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കുന്നത് നല്ലതാണ്. അഗ്രസീവായിട്ടുള്ള ബിഹേവിയർ കഴിവതും തൊഴിലിടത്ത് ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും എന്ന് തന്നെ പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.